നമസ്കാരം. 10-ാം ഇടത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്നേഹം നിറഞ്ഞ സ്വാഗതം. ഒരാഴ്ച ഓരോ കൂറുകാർക്കും എങ്ങനെയാണ് എന്ന് നോക്കാം. ആദ്യം മേടക്കൂറ്. ഗ്രഹങ്ങളൊന്നും തന്നെ മാറുന്നില്ല. അശ്വതി, ഭരണി, കാർത്തികയുടെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയുടെ തുടക്കത്തിൽ തന്നെ സാമ്പത്തികമായിട്ടുള്ള അധികമായ വരുമാനം സാധാരണ നിലയിലുള്ളതിനേക്കാൾ കൂടുതലായി വരാനൊരു സാധ്യതയുണ്ട്. ചിലപ്പോൾ ഭാഗ്യക്കുറി ഇവരെ ഈ ഒരാഴ്ച കടാക്ഷിക്കാൻ സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അപ്രതീക്ഷിതമായി കുറച്ച് ധനസഹായം പ്രത്യേകിച്ച് ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ തന്നെ വന്നെത്താനുള്ള സാധ്യതയുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട പുരുഷന്മാർക്ക് സ്ത്രീകളാൽ സഹായം ലഭിക്കും, പ്രത്യേകിച്ചും പണത്തിൻ്റെ കാര്യത്തിൽ. അതുപോലെ തന്നെ ഈ നക്ഷത്രത്തിൽപ്പെട്ട സ്ത്രീകൾക്ക് അവരുടെ കുടുംബ വീട്ടിൽ നിന്നൊക്കെ ധനസഹായം എത്താനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ വാഹനവുമായി ബന്ധപ്പെട്ടവർക്ക് മനസ്സിന് സന്തോഷം നൽകുന്ന ചില കാര്യങ്ങൾ നടക്കാം. ചിലപ്പോൾ ആഗ്രഹിച്ചിരുന്ന വാഹനം ബുക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ബുക്ക് ചെയ്ത വാഹനം അവർക്ക് അനുമതി ലഭിച്ചതായോ ഒക്കെ ചിലപ്പോൾ വാർത്ത കേൾക്കാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ മാതാവിൻ്റെ രോഗമുക്തിക്കും സാധ്യതയുണ്ട്. അവശതയുണ്ടായിരുന്ന, ശാരീരിക അവശതയുണ്ടായിരുന്ന മാതാവിന് താൽക്കാലികമായിട്ടെങ്കിലും ഒരു ആശ്വാസം വന്നതിൻ്റെ സുഖം ഇവർക്കുണ്ടാകും. യാത്ര പോകാൻ സാധിക്കും. പ്രത്യേകിച്ച് അവരുടെ ഉപാസനാമൂർത്തിയുടെ ക്ഷേത്രങ്ങളിൽ, കുടുംബക്ഷേത്രങ്ങളിലെ ഉത്സവങ്ങളിൽ പങ്കെടുക്കാൻ സാധിക്കും. അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ഈ ആഴ്ച നടക്കുന്നതാണ്, പ്രത്യേകിച്ചും തുടക്ക ദിവസങ്ങൾ. ആഴ്ചയുടെ പകുതി എത്തുമ്പോൾ ഇവർക്ക് സാമ്പത്തികമായിട്ട് അധിക ചിലവിൻ്റെ ഒരു അവസരം കാണുന്നുണ്ട്. പ്രത്യേകിച്ചും സന്താനങ്ങളുടെ വിദ്യാഭ്യാസ സംബന്ധമായ കാര്യത്തിലോ അല്ലെങ്കിൽ അവരുടെ ആരോഗ്യ സംബന്ധമായ പ്രശ്നങ്ങളിലോ ചിലപ്പോൾ സാമ്പത്തികമായ ചിലവുണ്ടായെന്ന് വരാം. എന്നാൽ പോലും അതൊന്നും ഇവരുടെ പ്രധാന വരുമാനത്തെയോ അല്ലെങ്കിൽ വരുമാനത്തിൽ വലിയ നഷ്ടമോ ഒന്നും വരുത്തുന്നതായി കാണുന്നില്ല. ചിലവ് പല രീതിയിലാകാം. ചിലപ്പോൾ വീടിൻ്റെ ചില മെയിൻ്റനൻസ് പണികൾ നടത്തുവാനോ അല്ലെങ്കിൽ പുതിയ ഫർണിച്ചർ വാങ്ങുവാനോ ഒക്കെ ആയിരിക്കാം. വസ്ത്രം വാങ്ങുന്നതിനുമൊക്കെ ആയിട്ട് പണത്തിൻ്റെ ചിലവ് കാണുന്നുണ്ട്. അതുപോലെ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഇവർക്ക് ഇവരുടെ ഏറ്റവും വേണ്ടപ്പെട്ടവരുമായി ബന്ധപ്പെട്ട് നിമിഷങ്ങൾ പങ്കുവയ്ക്കുവാനും അവരുമൊത്ത് പുറത്തേക്ക് പോകുവാനും വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അനുകൂലവും സന്തോഷകരവുമായ വാർത്ത കേൾക്കാനും സാധിക്കും. പ്രത്യേകിച്ച് ഈ നക്ഷത്രക്കാരുടെ വിദേശത്തുള്ള മക്കളോ അല്ലെങ്കിൽ മറ്റ് ബന്ധുക്കളോ ഒക്കെ വഴി സന്തോഷകരമായ വാർത്തകൾ കേൾക്കാം. അവിടുന്നും സാമ്പത്തിക സഹായം ലഭിക്കാൻ സാധ്യതയുണ്ട്. മാത്രമല്ല, ആഴ്ചയുടെ അവസാനത്തെ 3 ദിവസങ്ങളിൽ ഈ നക്ഷത്രക്കാർ വിദേശവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ എന്തെങ്കിലും ആഗ്രഹം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അതിന് അനുമതി ലഭിക്കുന്നതോ അതിന് പോസിറ്റീവായ മറുപടി ലഭിക്കുന്നതോ ആയിരിക്കും. അർത്ഥം, വിദേശത്ത് പോകാൻ സാധിക്കുകയോ അല്ലെങ്കിൽ വിദേശവുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും യാത്ര പ്ലാൻ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും കാര്യത്തിൽ ശുഭപ്രതീക്ഷയുടെ ഒരു മിന്നാട്ടം ഉണ്ടാവുകയും ചെയ്യും. പൊതുവെ ഗുണകരം തന്നെയാണ് ഈ ആഴ്ച. ആഴ്ചയുടെ മധ്യഭാഗം, അതായത് ആഴ്ചയുടെ പകുതി 1-2 ദിവസങ്ങൾ ചിലപ്പോൾ അധിക ചിലവിൻ്റെ ഒരു ദിവസമായെന്നേ വരുള്ളൂ. അല്ലാതെ പൊതുവെ ഗുണകരം തന്നെയാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 8, 9, 10. 10-ാം തീയതി സായാഹ്നം വരെയും 10-ാം തീയതിക്ക് സായാഹ്ന ശേഷം രാത്രിയും ഗുണകരമാണ്. അടുത്തത് ഇടവക്കൂറ്. ഇടവക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ കാർത്തികയുടെ 2-ാമത്തെ മുക്കാൽ, രോഹിണി മകയിരത്തിൻ്റെ ആദ്യ അര. സഹോദരന്മാരുമൊത്തോ അല്ലെങ്കിൽ കുടുംബ സുഹൃത്തുക്കൾ വഴിയോ ഈ ധനസഹായം വരുന്ന ഒരാഴ്ചയാണ് തുടക്കത്തിൽ. തൊഴിൽ സംബന്ധമായ കാര്യത്തിലും ഇവർക്കിപ്പോൾ വളരെ ഗുണകരമായൊരവസരം കാണുന്നുണ്ട്. പെട്ടെന്ന് എടുക്കുന്ന ചില തീരുമാനങ്ങൾ കർമ്മരംഗത്ത് കൂടുതൽ ശോഭനീയമായി വരും. കൂടുതൽ സാമ്പത്തിക നേട്ടം ഉണ്ടാക്കുന്നതിനോ അല്ലെങ്കിൽ തങ്ങളുടെ ജോലിയിൽ, തങ്ങളുടെ കർമ്മരംഗത്ത് കൂടുതൽ ഇവർക്ക് മികവോടുകൂടി ഇടപഴകാനോ സാധിക്കുന്നതിൻ്റെ തുടക്കമാവും. അതുപോലെ തന്നെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കൾ വഴി അല്ലെങ്കിൽ ഏറ്റവും അടുത്ത ബന്ധുക്കൾ, ചിലപ്പോൾ സഹോദരന്മാർ തന്നെ ആവാം, അവർ വഴിയൊക്കെ ഇവർക്ക് ഒരുപാട് സഹായം ഈ സമയത്ത് കിട്ടുന്നതാണ്. പ്രതീക്ഷിക്കാത്ത പല സ്ഥലത്തു നിന്നും പെട്ടെന്ന് ചില തീരുമാനങ്ങളോ ചില സഹായങ്ങളോ ഉണ്ടാകും. ഈ നക്ഷത്രക്കാർ തന്നെ അവരുടെ കർമ്മരംഗത്ത് ചില മാറ്റങ്ങൾ പ്രതീക്ഷിച്ചിരുന്നത് നടക്കാതെ ഇരുന്നത് ഈ ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിൽ നടക്കണം. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് എടുക്കുന്ന തീരുമാനങ്ങൾ വഴി ഇവർക്കിപ്പോൾ കർമ്മരംഗത്ത് ശോഭിക്കാനും സാമ്പത്തികമായി ലാഭം കിട്ടാനും സാധിക്കും. അന്ന് പുലർച്ചെ പോയി രാത്രി തന്നെ മടങ്ങി വരുന്ന ചില യാത്രകൾ കൊണ്ടും ഇവർക്ക് ഗുണം കാണുന്നുണ്ട്. മനസ്സിൻ്റെ ഉന്മേഷാവസ്ഥ കുറച്ചുകൂടി വർദ്ധിക്കും. ആലസ്യമൊക്കെ വിട്ടുമാറി ശരീരവും മനസ്സും വളരെ ആക്റ്റീവായി പ്രവർത്തിക്കും. ഹൃദയത്തിൻ്റെ, അതായത് ഡയഫ്രം ഭാഗത്തൊക്കെ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ചും തൊണ്ട, അതുപോലെ തന്നെ ശ്വാസകോശം, ഡയഫ്രം ഈ ഭാഗങ്ങളിൽ അസ്വസ്ഥതകളോ അല്ലെങ്കിൽ നീർക്കെട്ടിൻ്റേതോ അലർജിയുടേതോ ആയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മാതാവ്, അതുപോലെ മാതൃകുടുംബം ഇവിടെയൊക്കെ സന്ദർശിക്കുക. പ്രത്യേകിച്ചും കുറേ കാലമായി തറവാട്ടിലൊക്കെ പോകാതിരുന്നവർ അവിടെ പോവുക. ഏറ്റവും
പ്രായം കൂടിയവരായ ബന്ധുക്കളെ കാണുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് ചില കാര്യങ്ങളൊക്കെ കൊടുക്കുക, സമ്മാനമായി കൊടുക്കുക, അങ്ങനെ അവരുടെ മനസ്സിനെ സന്തോഷിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഈ ആഴ്ച നടക്കാനുള്ള സാധ്യതയുണ്ട്. യാത്ര കൊണ്ട് ഗുണം കാണുന്നുണ്ട്. ശാരീരികമായ അവശത ഇടയ്ക്കിടയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്, പ്രത്യേകിച്ചും നീർക്കെട്ടിൻ്റെയോ അല്ലെങ്കിൽ കഫക്കെട്ടിൻ്റെയോ അസുഖം ഉള്ളവർക്ക്. അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കണം. അത്തരം ശ്വാസതടസ്സത്തിൻ്റെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. പൊതുവെ ഗുണകരം തന്നെയാണ്. ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ അപ്രതീക്ഷിതമായി ധനം വന്നു ചേരാം. പ്രത്യേകിച്ചും ഇവർ ഏതെങ്കിലുമൊക്കെ വായ്പാ സ്ഥാപനങ്ങളിൽ അപേക്ഷിച്ചിട്ടുണ്ടെങ്കിൽ അത്തരം കാര്യങ്ങൾക്ക് അനുമതി ലഭിക്കുന്നതാണ്. തങ്ങളുടെ കയ്യിൽ നിന്ന് പണം വാങ്ങിക്കൊണ്ടു പോയിരുന്നവർ തിരിച്ചു തരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഈ നക്ഷത്രക്കാരുടെ കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും ഇവർക്ക് മോചനവും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ലഭിക്കുന്നതായിരിക്കും. പൊതുവെ ഗുണകരം തന്നെയാണ്. എന്നാലും എപ്പോഴും ചിന്തിക്കേണ്ടത് പ്രധാന ഗ്രഹമായ ശനി കണ്ടകഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ടും ജന്മത്തിൽ വ്യാഴവും ചൊവ്വയും നിൽക്കുന്നതുകൊണ്ടും ഇടയ്ക്കിടയ്ക്ക് കാര്യങ്ങളിൽ തടസ്സമോ പെട്ടെന്നുണ്ടാകുന്ന ദേഷ്യമോ ശാരീരികമായ അവശതയോ മുറിവോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ശ്രദ്ധിച്ചു കൊള്ളണം. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 4-ാം തീയതിയും 5-ാം തീയതി സായാഹ്നം വരെയും, അത് കഴിഞ്ഞാൽ പിന്നെ 10-ാം തീയതിയും 11-ാം തീയതിയും, 11 വരുന്നില്ല, 10-ാം തീയതിയും ഇവർക്ക് ഗുണമാണ്. അപ്പോൾ 4, 5-ാം തീയതി സായാഹ്നം വരെ, പിന്നെ 10-ാം തീയതിയും ഗുണകരമാണ്. അടുത്തത് മിഥുനക്കൂറാണ്. മിഥുനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകയിരത്തിൻ്റെ 2ാമത്തെ അര, തിരുവാതിര പുണർത്തത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം ചില വാക്കുകളുടെ അപാകതകൾ കൊണ്ടോ അല്ലെങ്കിൽ വർത്തമാനത്തിലുണ്ടായ ചില പാകപ്പിഴകൾ കൊണ്ടോ ഒക്കെ, അല്ലെങ്കിൽ നേരാമണ്ണം പ്രതികരിക്കാത്തത് കൊണ്ടോ ഒക്കെ ഇവർക്ക് ചില പ്രശ്നങ്ങൾ തങ്ങളുടെ കർമ്മരംഗത്തോ അല്ലെങ്കിൽ തങ്ങൾക്ക് ഏതെങ്കിലും തരത്തിൽ പണം കിട്ടേണ്ട സാഹചര്യങ്ങളെയോ ചിലപ്പോൾ ഒന്ന് വിലക്കിയേക്കാം. അതുകൊണ്ട് വാക്കുകൾ വളരെ സൂക്ഷിച്ച് ഉപയോഗിക്കുക. ബുദ്ധിപരമായി കാര്യങ്ങൾ അല്ലെങ്കിൽ പ്രായോഗികമായി കാര്യങ്ങൾ നേരിടുവാൻ ശ്രമിക്കുക. കുടുംബത്തിൽ നിന്ന് ആദ്യത്തെ 1-2 ദിവസങ്ങൾ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ഏറ്റവും അടുത്ത സുഹൃത്തുമായുമൊക്കെ ഒരു അഭിപ്രായ വ്യത്യാസമോ അല്ലെങ്കിൽ അവർ മനസ്സിന് വിഷമമുണ്ടാക്കുന്ന തരത്തിലുള്ള ചില ചിന്തകളോ തങ്ങളിലേക്ക് ഏൽപ്പിക്കാനൊരു സാധ്യതയുണ്ട്. അതുകൊണ്ട് ഈ നക്ഷത്രക്കാരിലേക്ക് പരമാവധി അത്തരം കാര്യങ്ങൾ ഉണ്ടായാൽ പോലും അത് ഒരു താൽക്കാലികമായ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്താവണം എന്നുള്ള ചിന്തയിൽ ആശ്വസിക്കാൻ ശ്രമിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ മാനസികമായ വിഷമങ്ങൾ ഉണ്ടാക്കിയേക്കാം. ആഴ്ചയുടെ ആദ്യത്തെ 2 ദിവസങ്ങളോ അല്ലെങ്കിൽ 3 ദിവസങ്ങളോ മാത്രമേ ഇത്തരം ഒരു മാനസികാവസ്ഥ ഉണ്ടാവുകയുള്ളൂ. അതിനുശേഷം കാര്യങ്ങൾ ഒക്കെ മാറി മറിയുകയും മനസ്സിന് വളരെ സന്തോഷം ലഭിക്കുകയും തങ്ങളുടെ ജോലി രംഗത്തായാലും ശരി, സ്വകാര്യമായ പ്രവർത്തന രംഗങ്ങളിലായാലും ശരി, നന്നായി ഇടപഴകാൻ ഇവർക്ക് സാധിക്കുകയും സാമ്പത്തിക നേട്ടം ഉണ്ടാവുകയും ചെയ്യും. മറ്റ് ദോഷങ്ങളൊന്നും തന്നെ ഈ സമയത്ത് സംഭവിക്കാൻ സാധ്യതയില്ല. മുഖവുമായി ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ കണ്ണ്, മൂക്ക്, നാക്ക്, പല്ല്, ചെവി ഈ ഭാഗങ്ങളുമായി ബന്ധപ്പെട്ടോ ഒക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടാകാനുണ്ട്. അലർജി അസുഖങ്ങളാകാൻ വരുന്നത്, അതുകൊണ്ട് വളരെ ശ്രദ്ധിക്കുക. അതുപോലെ ഈ ജലജന്യമായ ചില അസുഖങ്ങൾ, ജലത്തിൽ നിന്നുണ്ടാകുന്ന അസുഖം എന്ന് പറയുമ്പോൾ നീർക്കെട്ടാണ് പ്രധാനം. അത്തരം കാര്യങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സൈനസൈറ്റിസിൻ്റെ അസുഖമോ അത്തരം പ്രശ്നങ്ങളോ ഉള്ളവർ, കഫക്കെട്ടുള്ളവരൊക്കെ വളരെ ശ്രദ്ധിക്കണം. കാരണം കഫപ്രകൃതിയായ ശരീരത്തിനാണ് ഇത്തരം പ്രശ്നങ്ങൾ കൂടുതലായി ബാധിക്കുക. അതുകൊണ്ട് ഇത്തരക്കാർ വളരെ ശ്രദ്ധിക്കുക. മാത്രമല്ല നമ്മുടെ ക്ലൈമറ്റിക് കണ്ടീഷൻ പോലും തണുപ്പ് കൂടി വരുന്നൊരു സാഹചര്യമാണ്. അതുകൊണ്ട് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ ആരോഗ്യ സംബന്ധമായ കാര്യങ്ങളിലാണ്. ധനപരമായ കാര്യത്തിൽ ഇവർക്ക് ആഴ്ചയുടെ പകുതിയോടടുത്ത് ഗുണമാണ് കാണുന്നത്. പ്രത്യേകിച്ചും അവരുടെ ഏറ്റവും വേണ്ടപ്പെട്ട വ്യക്തികളിൽ നിന്നോ ജീവിത പങ്കാളികളുടെ കുടുംബത്തിൽ നിന്നോ അല്ലെങ്കിൽ മാതാവിൻ്റെ ഭാഗത്തു നിന്നൊക്കെ ഗുണം കാണുന്നുണ്ട്. വാഹനവുമായി ബന്ധപ്പെട്ടും ഗുണം കാണുന്നു. വീട്ടിൽ ചില പുതിയ ഫർണിച്ചറൊക്കെ വരാനുള്ള സാധ്യത കാണുന്നു. അതുപോലെ തന്നെ ചില പ്രധാന സ്ഥലങ്ങളിൽ പോവുക, അവിടുത്തെ ആഘോഷങ്ങളിൽ പങ്കുകൊള്ളുകയൊക്കെ കാണുന്നുണ്ട്. പൊതുവെ കർക്കിടക മാസമാണ്, ശുഭകർമ്മങ്ങൾ നടക്കുമോ എന്നൊക്കെ ചോദിക്കാം. പക്ഷേ എല്ലാ ദിവസവും അത്യാവശ്യക്കാർക്കൊക്കെ അഭിജിത്ത് മുഹൂർത്തം ഉപയോഗിക്കാം എന്നുള്ളൊരു പ്രമാണമുണ്ട്. അതുകൊണ്ട് അത്തരം വേളകളിലായിരിക്കാം ഇവരുടെ ചില ആഘോഷ വേളകൾ സന്ദർശിക്കുന്ന ഇടപാട് കാണുന്നത്. ഏതായാലും പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം. ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ശ്വാസകോശ സംബന്ധമായോ അലർജി സംബന്ധമായോ ഉണ്ടാകുന്ന അസുഖങ്ങളാണ്. ആഴ്ചയുടെ തുടക്കത്തിൽ അത്തരം അസുഖങ്ങൾ കൊണ്ട് ചിലപ്പോൾ യാത്രകളൊക്കെ ഒന്ന് മാറ്റിവെക്കേണ്ടി വന്നേക്കാം. എന്നാൽ ആഴ്ചയുടെ പകുതിക്ക് ശേഷം പൊതുവെ ഗുണകരമായിട്ട് കാണുന്നു. സാമ്പത്തികമായിട്ട് വലിയ ദോഷമൊന്നും കാണുന്നുമില്ല. അപ്പോൾ പൊതുവെ മിഥുനക്കൂറുകാർക്ക് പൊതുവെ ഗുണകരം എന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ആഴ്ച. അടുത്തത് കർക്കിടകക്കൂറാണ്. കർക്കിടകക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പുണർത്തത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, പൂയം, ആയില്യം നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ
സഞ്ചരിക്കുന്ന, അതായത് അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി, ജന്മത്തിലല്ല അഷ്ടമഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനിയുടെ ദോഷങ്ങളാണ് പൊതുവെ പരാതിയായി പറയാറുള്ളത്. പക്ഷേ 2 ഗ്രഹങ്ങൾ വളരെ ആക്റ്റീവായി 11ാം ഭാവത്തിൽ നിൽക്കുന്നതുകൊണ്ട് വരുമാനത്തിൻ്റെ കാര്യത്തിൽ ഇവർക്ക് വലിയ ദോഷമുണ്ടാകുമെന്ന് ചിന്തിക്കേണ്ട. പ്രത്യേകിച്ച് ഈ സമയത്ത് ഭാഗ്യം ഇവർക്ക് അനുകൂലമായി വരാം. ലോട്ടറി കാര്യങ്ങളൊക്കെ എടുക്കുന്നത് കൊണ്ട് ഗുണമുണ്ടാകും. അതുപോലെ തന്നെ കിട്ടാനുണ്ടായിരുന്ന പണം, അത് സർക്കാരിൽ നിന്നായാലും ശരി അല്ലെങ്കിൽ മറ്റ് അധികാര കേന്ദ്രങ്ങളിൽ നിന്നായാലും ശരി, അത് ഇവരിലേക്ക് എന്തായാലും എത്തും. ഇപ്പോൾ ഏറ്റവും അനുകൂലമായ സമയമാണത്. 2ാം ഭാവത്തിൽ ശുക്രൻ സഞ്ചരിക്കുന്നു, അതായത് 11ാം ഭാവാധിപനായ ശുക്രൻ 2ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു. 11ൽ വ്യാഴവും ചൊവ്വയും സഞ്ചരിക്കുന്നു. അതുകൊണ്ട് സ്വാഭാവികമായും ധനഭാവങ്ങൾ വളരെ ആക്റ്റീവായതിനാൽ പണം എന്തായാലും വരണം. അത് ജോലി ഉണ്ടാവണമെന്നോ അല്ലെങ്കിൽ ജോലിയിൽ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടോ മാത്രമല്ല ഈ സാമ്പത്തിക നേട്ടത്തെ അളക്കുന്നത്. അതൊരു പക്ഷേ ഭാഗ്യക്കുറിയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും കമ്മീഷൻ്റെ വ്യവസ്ഥയിൽ പങ്കെടുക്കുകയോ അല്ലെങ്കിൽ മറ്റ് സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ സഹായമോ ഒക്കെ പണത്തിൻ്റെ രൂപത്തിൽ ഇപ്പോൾ ഇവരിലേക്ക് എത്തിച്ചേരാൻ സാധ്യതയുണ്ട്. അതുപോലെ അല്പം പ്രായം ചെന്ന ഈ കൂറിൽപ്പെട്ട നക്ഷത്രക്കാർക്ക് അവരുടെ സന്താനങ്ങൾ വഴിയോ അല്ലെങ്കിൽ അവരുടെ മറ്റ് ആശ്രിതർ വഴിയോ ഒക്കെ സാമ്പത്തികമായ ലാഭം കാണുന്നുണ്ട്, സഹായം കാണുന്നുണ്ട്. ഈ നക്ഷത്രക്കാരായ ഉദ്യോഗാർത്ഥികൾക്ക് വിദേശ സംബന്ധമായ ജോലി കിട്ടാനുള്ള സാധ്യത, അതുമായി ബന്ധപ്പെട്ട് സന്തോഷകരമായ വാർത്തകൾ കേൾക്കാൻ സാധിക്കും. യാത്ര ഗുണകരമായിട്ട് കാണുന്നുണ്ട്. ഈ നക്ഷത്രത്തിൽപ്പെട്ട വിദ്യാർത്ഥികൾക്ക് പഠന സംബന്ധമായും നല്ല വിജയം എന്തായാലും ഈ ആഴ്ച ഉണ്ടാവണം. പൊതുവെ സാമ്പത്തിക നേട്ടം, തങ്ങളുടെ സൗന്ദര്യപരമായ കാര്യങ്ങളിൽ കുറച്ചുകൂടി വർധനവ്, അതുകൊണ്ട് തന്നെ ആത്മവിശ്വാസത്തോടുകൂടി പൊതുരംഗത്ത് ഇടപെടാനും പൊതുവെയുള്ള ആൾക്കാരുമായി ഇടപഴകാനും സാധിക്കുന്ന ഒരു ആഴ്ചയാണിത്. സാമ്പത്തിക ഗുണം, ബുദ്ധിപരമായ ഗുണം, പ്രവർത്തനങ്ങളിൽ വിജയം ഒക്കെ കാണുന്നുണ്ട്. തടസ്സങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല. ഏതെങ്കിലും വിധത്തിലുള്ള തടസ്സങ്ങൾ ശനിയുടെ ഭാഗത്തു നിന്നൊക്കെ ഉണ്ടാവാം. വീട്ടിലെ ജീവിത പങ്കാളിയുമായിട്ടുള്ള കലഹം ഒരു മാനസിക വിഷമമായി മാറാം. അതുപോലെ തന്നെ സ്വന്തം ചില ആഗ്രഹങ്ങൾ അത് നേരാവണ്ണം പുറത്തേക്ക് മറ്റുള്ളവരടുത്ത് പറയാൻ സാധിക്കാത്തതുകൊണ്ടും അതിൽ നിന്നുണ്ടാകുന്ന നിരാശയുമൊക്കെ തന്നെ ഈ സമയത്ത് ചിലപ്പോൾ ചില ചെറിയ തടസ്സങ്ങളായിട്ടുണ്ടാക്കാം. ഇതൊക്കെ മാനസികമാണ്. മനസ്സ് തയ്യാറായാൽ മാത്രമാണല്ലോ ശരീരത്തിന് ആക്റ്റീവായിട്ട് ഇടപെടാൻ സാധിക്കൂ. അത്തരം അവസ്ഥകളിൽ അവർ തന്നെയാണ് അവരുടെ മനസ്സിനെ പാകപ്പെടുത്തി എടുക്കേണ്ടത്. അല്ലാതെ ഗ്രഹങ്ങളുടെ സാന്നിധ്യം വളരെ ദോഷകരമായിട്ടൊന്നും ഈ ആഴ്ച കർക്കിടകക്കൂറുകാരെ ബാധിക്കില്ല എന്ന് വേണം കാണാൻ. അപ്പോൾ പൊതുവേ പ്രവർത്തനങ്ങളിൽ വിജയവും സാമ്പത്തിക നേട്ടവും യാത്രയിലെ തടസ്സവുമൊക്കെ മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് ഈ ആഴ്ച കർക്കിടകക്കൂറിനെ സംബന്ധിച്ച് നല്ലതാണ് എന്ന് വേണം തീരുമാനിക്കാൻ. കർക്കിടകക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5 സായാഹ്നം വരെ. അത് കഴിഞ്ഞാൽ പിന്നെ 8, 9, 10 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് ചിങ്ങക്കൂറാണ്. ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മകം, പൂരം, ഉത്രത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ചിലവ് അല്പം കൂടിയിരിക്കുന്ന ദിവസങ്ങളാണ് ആഴ്ചയുടെ തുടക്കത്തിൽ. അതിനുശേഷം ആഴ്ചയുടെ പകുതിക്ക് ശേഷം ആ ചിലവ് വർധനവിനെക്കുറിച്ചൊന്നും ടെൻഷൻ അടിക്കാതെ തന്നെ ഇവരിലേക്ക് പണം വന്നു ചേരുന്നൊരവസരം കാണുന്നുണ്ട്. തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ മറ്റുള്ളവർക്ക് മതിപ്പും അതുപോലെ തന്നെ അതിന് സാമ്പത്തികമായ പ്രതിഫലം അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ തങ്ങളെ ആശ്ലേഷിപ്പിക്കുന്ന, ആനന്ദിപ്പിക്കുന്ന തരത്തിലുള്ള അനുഭവങ്ങൾ ഉണ്ടാകുന്ന ഒരു അവസരം കർമ്മരംഗത്ത് കാണുന്നുണ്ട്. പുതിയ ചില മാനങ്ങൾ ഇവർക്ക് ഇപ്പോൾ സ്വീകരിക്കാൻ സാധിക്കും. കർമ്മവുമായി ബന്ധപ്പെട്ട് ഊർജ്ജസ്വലത വർദ്ധിക്കുന്നു തൊഴിൽ രംഗത്ത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തന രംഗത്ത്. അതുതന്നെ സാമ്പത്തികമായ വർധനവിന് കാരണമാകുന്നു. എന്നാൽ ശാരീരികമായ ചില അവശതകൾക്ക്, പ്രത്യേകിച്ചും ഹൃദയത്തിനോ കണ്ണിനോ അല്ലെങ്കിൽ ഞരമ്പുകൾക്കോ ഏതെങ്കിലും തരത്തിലുള്ള അസുഖമോ ഇതുമായി ബന്ധപ്പെട്ട മറ്റ് അവയവങ്ങൾക്കുണ്ടാകുന്ന അപാകതകളോ ചിലപ്പോൾ ഡോക്ടറുടെ അടുത്ത് പരിശോധിക്കേണ്ടിയിരിക്കുന്നതിനാൽ അത്തരം കാര്യങ്ങളിൽ ചിലവ് കൂടുതൽ വന്നേക്കാം. ശാരീരികവും പ്രത്യേകിച്ച് മാനസികവുമായ വിഷമങ്ങൾ എന്തായാലും ചിങ്ങക്കൂറിനെ കുറച്ചു നാളായി അലട്ടുന്നുണ്ട്. ആശങ്കകൾ ആണ് കൂടുതലും. പക്ഷേ അതിനൊക്കെ പരിഹാരം ഉണ്ടാകുമോ എന്ന് ചോദിച്ചാൽ ചില ഗ്രഹങ്ങളുടെ മാറ്റങ്ങൾ കൊണ്ടേ മാറുകയുള്ളൂ. മറ്റു ഗ്രഹങ്ങൾ ഇപ്പോൾ അനുകൂല സ്ഥലത്ത് നിൽക്കുന്നതിനാൽ താൽക്കാലികമായിട്ട് ചില ആശ്വാസങ്ങൾ ഉണ്ടാകും. ഈ ആഴ്ച എന്തായാലും ജന്മത്തിൽ ശുക്രൻ നിൽക്കുന്നതിനാൽ സ്വന്തം വ്യക്തിത്വത്തെ അല്പം കൂടി നന്നാക്കാൻ ശ്രമിക്കുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആരോഗ്യപരമായ ഒരു തിളക്കം ശരീരത്തിനും മുഖത്തുമൊക്കെ ഇവർക്കുണ്ടാവും. അത് മറ്റുള്ളവരുടെ മുമ്പിൽ ഇവരുടെ ഇംപ്രഷൻ വർദ്ധിപ്പിക്കുന്നതായിട്ടും കാണാം. അതുകൊണ്ട് തന്നെ കർമ്മരംഗത്ത് ആത്മവിശ്വാസത്തോടെ പങ്കെടുക്കാനും അതിൽ നിന്ന് സാമ്പത്തികമായ നേട്ടമുണ്ടാക്കാനും ഇവർക്ക് സാധിക്കുന്നു. യാത്ര ഗുണകരമായിട്ട് വരുന്നുണ്ട്. ആഴ്ചയുടെ തുടക്ക ദിവസങ്ങളിലെ അധിക ചിലവ് എന്ന് പറയുന്നത് മാതാവിനോ അല്ലെങ്കിൽ മാതാവുമായി ബന്ധപ്പെട്ട മറ്റ് കുടുംബത്തിലെ വ്യക്തികൾക്കോ ആവാം. അതല്ലെങ്കിൽ ഏത് തരത്തിലുള്ള സ്ത്രീ ബന്ധങ്ങൾ, അത് ചിലപ്പോൾ മാതാവ് അല്ലെങ്കിൽ മകൾ, അതല്ലെങ്കിൽ ഭാര്യ, സഹോദരി, അതല്ലെങ്കിൽ സ്ത്രീ സുഹൃത്തുക്കൾ, ഇവരുടെയൊക്കെ ഏതെങ്കിലും അടിയന്തരമായ ആവശ്യങ്ങൾക്ക് വേണ്ടി ആവാം ചിലപ്പോൾ പണച്ചിലവ് വരുന്നത്.
അതുകൊണ്ട് ആ ചിലവിനെ ഒരു തങ്ങൾക്കൊരു നഷ്ടം സംഭവിച്ചതായി വിചാരിക്കേണ്ടതില്ല, ഒരു സഹായത്തിൻ്റെ ഭാഗമായി പോയതായിട്ടേ ചിന്തിക്കാവൂ. ശേഷം ആഴ്ചയുടെ പകുതിക്ക് ശേഷം സാമ്പത്തികമായ നേട്ടം ഇവർക്ക് വീണ്ടും ഉണ്ടാകും എന്ന് തന്നെ കാണണം. പ്രത്യേകിച്ചും ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ കർമ്മരംഗത്ത് കൂടുതൽ ശോഭിക്കാൻ സാധിക്കുന്നതായിട്ട് കാണാം. മനസ്സിന് ഏതെങ്കിലും തരത്തിലുള്ള വിഷമം തുടക്കത്തിൽ ഉണ്ടായിരുന്നത് ആഴ്ചയുടെ മധ്യഭാഗത്തിന് ശേഷം, ആഴ്ചയുടെ പകുതിക്ക് ശേഷം മാറി വരുന്നതായും പൊതുവെ ഗുണകരമായിട്ടും കാണുന്നു. ശ്രദ്ധിക്കേണ്ട ശാരീരികമായ അവയവങ്ങളെന്ന് പറയുന്നത് ഹൃദയം, കണ്ണ്, ഞരമ്പുകൾ എന്നീ ഭാഗങ്ങൾക്ക് ദോഷമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇതൊന്നും ഉണ്ടാകുമെന്ന് ഉറപ്പിച്ച് പറയുന്നതല്ല, ചില പ്രത്യേക പ്ലാനറ്റുകളുടെ നില കാരണം സാധ്യതയാണ് പറയുന്നത്. അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. യാത്ര ഇടയ്ക്കിടയ്ക്കൊന്ന് ദുഷ്കരമാകാം, അതുകൊണ്ട് യാത്ര ചെയ്യുമ്പോഴും വളരെ ശ്രദ്ധിക്കുക. മറ്റ് ദോഷങ്ങളൊന്നും വലുതായിട്ട് ഇവർക്കിപ്പോൾ ഇല്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം, അതായത് ചിങ്ങക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5-ാം തീയതി സായാഹ്ന ശേഷം 6-7 ദിവസങ്ങളും 10-ാം തീയതി സായാഹ്ന ശേഷവും ഇവർക്ക് നല്ലതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ഇതാണ് താരതമ്യേന ഗുണമുള്ള ദിവസങ്ങൾ. അടുത്തത് കന്നിക്കൂർ. കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം നക്ഷത്രങ്ങളെന്ന് പറയുമ്പോൾ ഉത്തരത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, അത്തം, ചിത്രയുടെ ആദ്യ അര, 9-ൽ സഞ്ചരിക്കുന്ന വ്യാഴം, അതുപോലെ 9-ൽ സഞ്ചരിക്കുന്ന ചൊവ്വ, ഇത് തന്നെയാണ് ഇവർക്കിപ്പോൾ ഏറ്റവും പ്രധാനമായി അനുഗ്രഹമായി നിൽക്കുന്നത്. അതുപോലെ 6-ലെ ശനിയെ നമ്മൾ പ്രധാനത്തോടെ എടുക്കണം, വളരെ പ്രാധാന്യത്തോടു കൂടി പരിഗണിക്കണം. കാരണം 3, 6, 11-ലാണ് ശനി സഞ്ചരിക്കുമ്പോൾ ഗുണം വരുന്നത്. അങ്ങനെ നോക്കുമ്പോൾ കന്നിക്കൂറിന് 6-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശനി കഴിഞ്ഞ കുറേ കാലമായി ഉണ്ടായിരുന്ന ചില ദുരിതങ്ങളെ മാറ്റുന്നു എന്ന് വേണം ചിന്തിക്കാൻ. എന്ന് പറഞ്ഞാൽ ചില തടസ്സങ്ങളുണ്ടായിരുന്നത്, ചില മടി കാരണമോ മറ്റു ചില തടസ്സങ്ങൾ മൂലമോ പ്രവർത്തനങ്ങളിൽ ഉണ്ടായിരുന്ന തടസ്സം മാറുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് കർമ്മമേഖല കുറച്ചുകൂടി ഊർജ്ജസ്വലമാവുന്നു. അത്തരം കർമ്മങ്ങളിൽ ഈശ്വരാധീനം 9-ൽ നിൽക്കുന്ന വ്യാഴം അനുഗ്രഹമായി നൽകുകയും ചെയ്യും. അതുകൊണ്ട് പൊതുവേ കർമ്മരംഗം കന്നിക്കൂറിനെ സംബന്ധിച്ചിടത്തോളം കുറച്ചുകൂടി ആക്റ്റീവ് ആവുകയാണ്. അതിൻ്റെ അർത്ഥം 11-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന സൂര്യൻ അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ തങ്ങളുടെ തന്നെ പ്രവർത്തന മണ്ഡലത്തിലെ പ്രധാനപ്പെട്ട വ്യക്തികളിൽ നിന്നോ ഇവരിലേക്ക് സമ്പത്ത് ചൊരിയുന്നതായിരിക്കും. അപ്പോൾ സാമ്പത്തിക നേട്ടം എന്തായാലും കന്നിക്കൂറിനുണ്ട് ഈ ആഴ്ചയും. പ്രത്യേകിച്ചും അധികാര കേന്ദ്രങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ ഉന്നതമായ തങ്ങളുടെ തന്നെ സ്ഥാപനങ്ങളിലെ അധികാര കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ ഇവർക്ക് സാമ്പത്തിക സഹായം ഉണ്ടാവും. ഇത്തരം സമ്പത്ത് കൊണ്ട് ഇവർക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ആഴ്ചയും ചെയ്യാൻ സാധിക്കുന്നതാണ്. പ്രത്യേകിച്ച് സമഗ്രമായ ചില വികസന പദ്ധതികളുമായി ബന്ധപ്പെട്ടൊക്കെ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നുണ്ട് കന്നിക്കൂറിലെ നക്ഷത്രക്കാർ. അതുമായി ബന്ധപ്പെട്ട് അവർക്ക് കാര്യങ്ങൾ കുറച്ചുകൂടി സന്തോഷകരമായി ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. മറ്റൊരു പ്രധാനപ്പെട്ട വിശേഷം ഇവരെ സംബന്ധിച്ചിടത്തോളം ചില കാര്യങ്ങളിൽ, കുടുംബകാര്യങ്ങളിലോ അല്ലെങ്കിൽ പൊതുവായ കാര്യങ്ങളിലോ ചില സുഹൃത്തുക്കളുടെ കാര്യങ്ങളിലോ ഒക്കെ പങ്കെടുക്കുകയും അവസാനം അവരിൽ നിന്ന് ചില പരിഹാസങ്ങൾ കേൾക്കാൻ ഇടവരികയും ചെയ്യും. അതുകൊണ്ട് ഓരോ കാര്യങ്ങളിൽ ഇടപെടുമ്പോഴും ആവശ്യത്തിന് തങ്ങളുടെ മതിപ്പ് നശിപ്പിക്കാതെ, തങ്ങളെക്കുറിച്ചുള്ള പരിഗണനകൾ അവരിൽ നിന്ന് ഇല്ലാതെയാവാതെ നോക്കാൻ ഈ നക്ഷത്രക്കാർ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പരിഹാസം ഉണ്ടായാൽ തന്നെയും അതിനെയൊക്കെ മനസ്സുകൊണ്ട് ചെറുക്കാനുള്ള ശേഷി ഉണ്ടാവണം. അല്ലെങ്കിൽ ആഴ്ചയുടെ അവസാന ദിവസങ്ങളിൽ ഏതെങ്കിലും തരത്തിലുള്ള മാനസിക വിഷമം ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. സ്ത്രീകൾ മുഖേനയും ചില പ്രശ്നങ്ങൾ ഉണ്ടാകാം. അതുകൊണ്ട് ചിലപ്പോൾ ഏറ്റവും അടുത്ത ബന്ധത്തിൽപ്പെട്ട സ്ത്രീകൾ തന്നെയായിരിക്കാം കലഹത്തിനൊക്കെ കാരണമായി മാറുന്നത്. അതുകൊണ്ട് പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5-ാം തീയതി സായാഹ്നം, അത് കഴിഞ്ഞാൽ പിന്നെ 8, 9 ദിവസങ്ങൾ പൊതുവെ ഗുണകരമാണ്. അടുത്തത് തുലാക്കൂറാണ്. തുലാക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ചിത്രയുടെ 2ാമത്തെ അര, ചോതി, വിശാഖത്തിൻ്റെ ആദ്യത്തെ മുക്കാൽ ഭാഗം. അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴവും ഈ ആഴ്ചയും ഇവർക്ക് വില്ലന്മാരായി തുടരുന്നുണ്ട്. എന്നാൽ 11-ാം ഭാവത്തിലെ ശുക്രനും ബുധനും ഇവർക്ക് സാമ്പത്തിക നേട്ടം നൽകും. പ്രത്യേകിച്ചും ഇവർക്ക് കഴിവുള്ള മേഖലയിൽ ഈ നക്ഷത്രക്കാർക്ക് പ്രത്യേകിച്ച് ഈ ഒരാഴ്ച സ്വന്തം സ്കില്ല് കൊണ്ട് കൂടുതൽ പണം നേടാൻ സാധിക്കുമെന്ന് പറയുന്നുണ്ട്. 9-ാം ഭാവാധിപനായ ബുധൻ തീർച്ചയായും 11-ൽ നിൽക്കുമ്പോൾ പണം വരുന്ന കാര്യത്തിൽ ഈശ്വരൻ്റെ അനുഗ്രഹമുണ്ട് എന്ന് തന്നെ കരുതണം. ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹമുണ്ട്. അതുപോലെ തന്നെ ശുക്രൻ ദേവിയാണ്. ദേവിയുടെ അനുഗ്രഹവും തീർച്ചയായിട്ടും ഇവർക്ക് വരുന്നതായി കാണുന്നു. അതുകൊണ്ട് തന്നെ പ്രവർത്തന മേഖലയിൽ നിന്ന് സാമ്പത്തികമായ അനുഗ്രഹം ഇവരിലേക്ക് വരും. എന്നാൽ ചില തടസ്സങ്ങളുണ്ട്. പ്രത്യേകിച്ചും ചില കാര്യങ്ങളിൽ അഹങ്കാരത്തിന് കൃത്യമായ മറുപടി കിട്ടുന്ന ഒരവസ്ഥ ഇവർക്ക് കാണുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, കുറേ കാലമായിട്ടുണ്ടാകുന്ന ദുരനുഭവങ്ങൾ കാരണം പ്രാർത്ഥനയൊന്നും വേണ്ട എന്നൊക്കെ തീരുമാനിക്കാം. അതുപോലെ വികാരാധിക്യത്താൽ വാഹനം സ്പീഡിൽ ഓടിക്കാനുള്ള സാധ്യത.
മറ്റുള്ളവരുമായി കയർത്തു സംസാരിക്കുക, പക്വത വിട്ട് സംസാരിക്കുക. ഇതിൽ നിന്നൊക്കെ കലഹമുണ്ടാകാനോ വാഗ്വാദങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. ശരീരത്തിൽ മുറിവുണ്ടാകാം, തീ കൊണ്ടോ അല്ലെങ്കിൽ അഗ്നി കൊണ്ടോ അല്ലെങ്കിൽ ഇലക്ട്രിസിറ്റി കൊണ്ടോ, അതുമല്ലെങ്കിൽ ഭാരമുള്ള വസ്തുക്കളാലോ മൂർച്ചയുള്ള വസ്തുക്കളാലോ ഒക്കെ ശരീരത്തിൽ അപകട സാധ്യതകൾ ഉണ്ടാകാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. അതുപോലെ കുടുംബത്തിലെ വേണ്ടപ്പെട്ടവരുമായിട്ട്, പ്രത്യേകിച്ചും ജീവിത പങ്കാളിയുമായും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാം. പൊതുവെ അഹങ്കാരവും അതുപോലെ തന്നെ തങ്ങൾക്ക് തന്നെ ഏറ്റ ചില ദുരനുഭവങ്ങളുടെ പശ്ചാത്തലത്തിൽ ചില അവിശ്വസനീയമായ ജീവിത രീതി തുടരുന്നതിൻ്റെ ഭാഗമായി ഉണ്ടാകാവുന്ന ദേഷ്യവും നിരാശയുമൊക്കെ കുടുംബത്തിലെ ജീവിത പങ്കാളിയോടും ഉണ്ടാകാം. അതുകൊണ്ട് വീട്ടിൽ കലഹമോ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കലോ അല്ലെങ്കിൽ ചില വൈഷമ്യങ്ങളെ നേരിടേണ്ടി വരികയോ ചെയ്തേക്കാം. അതുകൊണ്ട് അതെല്ലാം പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാരുടെ ജീവിത പങ്കാളിക്കും ശാരീരികമായിട്ടുള്ള അവശതകൾ കാണുന്നുണ്ട്. അത്തരം കാര്യങ്ങളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുമ്പോൾ ഓരോ കാര്യങ്ങളും ചിട്ടയോടുകൂടി, ഓരോ കാര്യങ്ങളും അങ്ങേയറ്റം കരുതലോടുകൂടി മറ്റുള്ളവരെ കൂടി പരിഗണിച്ചുകൊണ്ട് ചെയ്യാൻ ശ്രമിക്കുക. സാമ്പത്തികമായിട്ട് ദോഷം കാണുന്നില്ല. കാര്യങ്ങളൊക്കെ കൃത്യമായി നടന്നു പോകാനുള്ള സാമ്പത്തിക ഭദ്രത ഈ ആഴ്ച എന്തായാലും ഇവർക്കുണ്ട്. ജോലി സംബന്ധമായ കാര്യത്തിലും വലിയ ദോഷമില്ല. പൊതുകാര്യങ്ങളിൽ തടസ്സവും അത് ചിലപ്പോൾ ജോലിയെയും വരുമാനത്തെയും ഒക്കെ ബാധിക്കാം, ഇല്ല എന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് അങ്ങേയറ്റം പ്രാർത്ഥനയോടുകൂടി കരുതലോടുകൂടി ജീവിക്കാൻ ശ്രമിക്കുക എന്ന് പറയുന്നത്. തുലാക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5, 6, 7 ദിവസങ്ങൾ, പിന്നെ 10-ാം തീയതി പൊതുവെ ഗുണകരമാണ്. അടുത്തത് വൃശ്ചികക്കൂറാണ്. വൃശ്ചികക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ വിശാഖത്തിൻ്റെ അവസാനത്തെ കാൽഭാഗം, അനിഴം, തൃക്കേട്ട നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം 7-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ചൊവ്വയും അതുപോലെ തന്നെ വ്യാഴവും ഒരുപോലെ ഇവരുടെ ജീവിതത്തിൽ കുറച്ചുകൂടി ഉത്സാഹവും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളെ നല്ല ശുഷ്കാന്തിയുള്ള മനസ്സോടുകൂടി നേരിടാനുള്ള പ്രാപ്തിയും നൽകുന്നു. അതുകൊണ്ട് തന്നെ പൊതുവെ ഈ ആഴ്ചയും ഇവർക്ക് ഗുണകരമാണ്. 10-ാം ഭാവത്തിലെ ശുക്രനും ബുധനും കർമ്മരംഗത്ത് കുറച്ചുകൂടി നല്ല രീതിയിൽ കുറച്ചുകൂടി ഫലപ്രദമായി ഇവർക്ക് ഇടപഴകാൻ സാധിക്കുന്നതുകൊണ്ട് സാമ്പത്തികമായ നേട്ടം ഇവർക്കുണ്ടാകുമെന്ന് തന്നെ കരുതണം. 11-ാം ഭാവാധിപൻ 10-ൽ നിൽക്കുമ്പോൾ സ്വാഭാവികമായും പ്രവർത്തിക്കുന്ന കാര്യങ്ങളിൽ ഇവർക്ക് തന്നെ സ്വയം ഒരു മതിപ്പുണ്ടാകും. അത് ആത്മവിശ്വാസത്തെ വർദ്ധിപ്പിക്കും. അതുകൊണ്ട് പൊതുവെ പ്രവർത്തന രംഗത്തും വരുമാനത്തിൻ്റെ കാര്യത്തിലും ഇവർക്ക് തൃപ്തികരമാണ് ഈ ആഴ്ച. അതുപോലെ തന്നെ ഇവരുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളിൽ തീരുമാനമുണ്ടാകും. വിവാഹം പോലുള്ള കാര്യങ്ങളിൽ അല്ലെങ്കിൽ പുതിയ സംരംഭത്തിൽ ഒരുമിച്ച് പ്രവർത്തിക്കുന്നവരുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളിലൊക്കെ വളരെ സന്തോഷകരമായ വർത്തമാനങ്ങൾ കേൾക്കുവാനോ വളരെ സന്തോഷകരമായ ചില മാറ്റങ്ങൾ, നീക്കങ്ങൾ ഉണ്ടാകാനോ സാധ്യതയുണ്ട്. വിവാഹവുമായി ബന്ധപ്പെട്ട് ഇവരുടെ കാര്യത്തിൽ ആശ്ലേഷകരമായ ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണും. അതുപോലെ തന്നെ പ്രണയിക്കുന്നവർക്കും വളരെ നല്ലൊരാഴ്ചയാണ്. പരസ്പരം കാണുവാനോ കൂടുതൽ മനസ്സിലാക്കുവാനോ അല്ലെങ്കിൽ അതിൻ്റെ ഏറ്റവും വലിയ റിയാലിറ്റിയായ വിവാഹത്തിലേക്ക് എത്തുവാനോ ഒക്കെ സാധിക്കുന്ന, അല്ലെങ്കിൽ അത്തരം വാക്കുകൾ ആരിൽ നിന്നെങ്കിലുമൊക്കെ കേൾക്കുന്ന മനസ്സന്തോഷം ലഭിക്കുന്ന ഒരാഴ്ച തന്നെയാണ്. വിദേശവുമായി ബന്ധപ്പെട്ടുള്ള യാത്രയിൽ പോസിറ്റീവായിട്ടുള്ള മാറ്റങ്ങളുണ്ടാവും. പഠന സംബന്ധമായാലും ജോലി സംബന്ധമായാലും അതും ഗുണകരമാണ്. പൊതുവെ ഗുണകരമെന്ന് തന്നെ വിശേഷിപ്പിക്കാം ഈ ആഴ്ച. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ, അതായത് വൃശ്ചികക്കൂറിനെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8, 9, 10 ദിവസങ്ങൾ നല്ലതാണ്. 5 സായാഹ്ന ശേഷം, 6, 7, 8, 9, 10 ദിവസങ്ങൾ പൊതുവെ ഗുണകരമായിട്ടാണ് കാണുന്നത്. അടുത്തത് ധനുക്കൂറാണ്. ധനുക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ മൂലം, പൂരാടം, ഉത്രാടത്തിൻ്റെ ആദ്യത്തെ കാൽഭാഗം. ഇവരെ സംബന്ധിച്ചിടത്തോളം 6-ാം ഭാവത്തിൽ പോയി നിൽക്കുന്ന ചൊവ്വ ഗുണകരമാണ്. എന്നാൽ 6-ലെ വ്യാഴം ഇവർക്കത്ര നല്ലതല്ല. 4-ാം ഭാവത്തിൽ നിന്നിരുന്ന വ്യാഴമാണ് 6-ലേക്ക് പോയിരിക്കുന്നത്. ഈ 6-ൽ പോകുമ്പോൾ ഉണ്ടാകുന്ന ഭാവാൽ 6-ലേക്ക് പോകുമ്പോൾ വ്യാഴം നിഷ്ഫലനാവും. ഒപ്പം തന്നെ അത് ശത്രുരാശിയാണ്. ശുക്രൻ വ്യാഴത്തിൻ്റെ ശത്രുരാശിയാണ്. അങ്ങനെ വരുമ്പോൾ രണ്ട് വിധത്തിലും അവിടെ വ്യാഴം ബലഹീനനാണ്. എന്നാൽ ചൊവ്വയുടെ സാന്നിധ്യം മാത്രമാണ് ഇപ്പോൾ അവരെടുക്കേണ്ടത്. 5-ാം ഭാവാധിപനായ ചൊവ്വ 6-ലേക്ക് പോകുമ്പോൾ 3, 6, 11 ഭാവങ്ങളിൽ പാപഗ്രഹങ്ങൾ സഞ്ചരിക്കുമ്പോൾ കുറേ ഗുണം നൽകും എന്നുള്ള ചിന്ത എടുക്കണം. 5-ാം ഭാവാധിപൻ പാപഗ്രഹമായ ചൊവ്വ 6-ലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിലുണ്ടായിരുന്ന ദൗർബല്യങ്ങൾ, മനസ്സിൻ്റെ പരാജയമായ ബോധ്യങ്ങളൊക്കെ മാറി കുറച്ചുകൂടി മനസ്സ് ഊർജ്ജസ്വലമാകാനുള്ള സാധ്യതയുണ്ട്. കാര്യങ്ങളെ വളരെ യാഥാർത്ഥ്യത്തോടു കൂടി നേരിടാനുള്ളൊരു ധൈര്യം ഇവർക്കുണ്ടാകും. ഒന്നാമതേ 4-ാം ഭാവം തങ്ങുന്നിടമെല്ലാം 4 കൊണ്ട് ചിന്തിക്കണം. 4-ൽ നിന്ന് 10-ാം ഭാവത്തിലേക്ക് രാഹുവിൻ്റെ ദൃഷ്ടിയുള്ളതിനാൽ
ഇവരുടെ കർമ്മരംഗത്ത് ഒരുപാട് ആശങ്കകളുണ്ട്. തൊഴിൽ മേഖലയിൽ ഇവർക്ക് ആവശ്യമില്ലാത്ത ഭയം, തങ്ങളെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള ഒപ്പീനിയൻ പരക്കുന്നത് കൊണ്ടുണ്ടാകുന്ന ഭവിഷ്യത്തുകൾ, ഒന്നിലും ഒരു കാര്യവും കാണില്ല. പക്ഷേ വെറുതെ ഊഹാപോഹങ്ങളുടെ അടിസ്ഥാനത്തിൽ ചിലപ്പോൾ ചില വിമർശനങ്ങളും കളിയാക്കലുകളും ഒക്കെ ഇവർ നേരിടേണ്ടി വരും. അത്തരം അവസ്ഥകളെ യാഥാർത്ഥ്യത്തിൻ്റെ ശക്തിയോടുകൂടി ഇവർക്ക് നേരിടാൻ സാധിക്കുന്നു ഈ ചൊവ്വയുടെ സാന്നിധ്യം കൊണ്ട്. അതുപോലെ തന്നെ ശുക്രനും ബുധനും ഒരുമിച്ച് ഇവർക്കുള്ള 9ാം ഭാവത്തിൽ നിൽക്കുന്നത് കൊണ്ട് അനുഗ്രഹവും ഇവർക്കിപ്പോൾ ഉണ്ട്. സാമ്പത്തികമായ മേലധികാരികളിൽ നിന്നും കർമ്മരംഗത്ത് തങ്ങൾ അനുഭവിച്ചു കൊണ്ടിരുന്ന വിമർശനങ്ങളെ, അതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി ഇവരോട് സഹതപിക്കുകയും ഇവരോട് കൂടുതൽ ചേർന്ന് നിൽക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഒരു മാനേജ്മെൻറ്റിനെയും അധികാരികളെയും നമുക്ക് ഈ ആഴ്ച കാണാം. അതുകൊണ്ട് പൊതുവെ ഇവർക്ക് ദൈവാനുഗ്രഹം ഉണ്ടാകുന്ന ഒരാഴ്ചയായിട്ടാണ് കാണുന്നത്. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ: 4ാം ഭാവം, മാതാവ്, മാതൃകുടുംബം അല്ലെങ്കിൽ സ്വന്തം കുടുംബം, അതുമല്ലെങ്കിൽ തങ്ങൾ ഓഫീസിൽ പോകുന്ന സ്ഥലം, ആ ഓഫീസ് മന്ദിരങ്ങൾ, ആ പരിസരം, ആ ആംബിയൻസ് എല്ലാം ഇവർ വളരെ ശ്രദ്ധിക്കണം. തങ്ങളെക്കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞു വരുത്തുന്നതിൽ താല്പര്യമുള്ളവർ ചുറ്റുമുണ്ട്. ആ ഒരു കൊച്ചു സമൂഹത്തിലാണ് താങ്കളിപ്പോൾ കിടക്കുന്നത് എന്ന് മനസ്സിലാക്കണം. പക്ഷേ അവിടെ പതറാതെ മുന്നോട്ട് നിൽക്കാനുള്ള ഒരു സാന്നിധ്യം മറ്റു ഗ്രഹങ്ങൾ ഇപ്പോൾ സമ്മാനിക്കുന്നുണ്ട് ധനുക്കൂറിനെ. അത് മനസ്സിലാക്കി മുന്നോട്ട് പോവുക. സാമ്പത്തിക കാര്യത്തിൽ 9ൽ നിൽക്കുന്ന ശുക്രനും ബുധനും അതുപോലെ 6ൽ നിൽക്കുന്ന ചൊവ്വയും ഇവരെ സഹായിക്കും. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ ദോഷമൊന്നും ഉണ്ടാകില്ല. കൃത്യമായ ഈശ്വരാരാധന ഇപ്പോഴും വേണം. ചിലപ്പോൾ ഈ ദുരനുഭവങ്ങൾ കൊണ്ട് ഇനി പ്രാർത്ഥന എന്തിന് എന്നൊക്കെ തോന്നാം. അങ്ങനെ ഒന്നും ചിന്തിക്കേണ്ട കാര്യമില്ല. വീണ്ടും വീണ്ടും എല്ലാ മനുഷ്യനും അഭയമായി ചെല്ലാൻ ഒരൊറ്റ പാദങ്ങളേ ഉള്ളൂ. അത് ഈശ്വരപാദങ്ങൾ തന്നെയാണ്. അത് ചെയ്യുക. അവിടെ നിന്ന് തീർച്ചയായിട്ടും നിങ്ങൾക്ക് നീതിയും സന്തോഷവും മറ്റ് ആനുകൂല്യങ്ങളും എല്ലാം ലഭിക്കും. അതുകൊണ്ട് ധൈര്യമായിട്ട് മുന്നോട്ട് പോവുക. എന്തായാലും ഈ ആഴ്ചയിൽ നല്ല ദിവസങ്ങൾ ധനുക്കൂറിനെ സംബന്ധിച്ചിടത്തോളം പറയേണ്ടത് 8, 9, 10 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മകരക്കൂറാണ്. മകരക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ ഉത്രാടത്തിൻ്റെ 2ാമത്തെ മുക്കാൽ, തിരുവോണം അവിട്ടത്തിൻ്റെ ആദ്യത്തെ അര. ഇവരെ സംബന്ധിച്ചിടത്തോളം 5ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ ആനുകൂല്യം തന്നെയാണ് പ്രധാനമായി എടുത്തു പറയേണ്ടത്. അതുപോലെ 3ലെ രാഹു ഇവരുടെ കർമ്മരംഗത്ത്, പ്രത്യേകിച്ചും ഏതെങ്കിലുമൊക്കെ കലാപരമായ കഴിവുകളോ ക്രിയാപരമായ കഴിവുകളോ ഉള്ളവർക്ക് തീർച്ചയായിട്ടും അവർക്ക് കൂടുതൽ ആക്റ്റീവായി നിൽക്കാൻ സാധിക്കുന്നു. അത് തങ്ങളുടെ കർമ്മശേഷി കൊണ്ടാണ്. തങ്ങളുടെ വൈവിധ്യമായ കർമ്മശേഷിയെ ഇവർക്ക് ഊർജ്ജസ്വലമാക്കാൻ സാധിക്കുന്നതുകൊണ്ട് മനസ്സ് ശക്തി പ്രാപിക്കുകയും കർമ്മരംഗത്ത് ശോഭിക്കാൻ സാധിക്കുകയും ചെയ്യും. ഭാഗ്യം ഇപ്പോൾ ഇവരെ ഈശ്വരൻ്റെ രൂപത്തിൽ കടാക്ഷിക്കുന്നുണ്ട്. അത് പ്രത്യേകമായി മനസ്സിലാക്കുക. അഷ്ടമത്തിൽ നിൽക്കുന്ന ശുക്രൻ ഇവർക്ക് ഈ ലോവർ അബ്ഡമിൻ ഭാഗത്തൊക്കെ പ്രശ്നമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്, അസുഖമുണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. ചിലപ്പോൾ ചില യാത്രകൾ ചെയ്യേണ്ടി വന്നേക്കാം. കുടുംബത്തിൽ നിന്നൊക്കെ ചിലപ്പോൾ മാറി നിൽക്കേണ്ടി വന്നേക്കാം. കാരണം അഷ്ടമത്തിൽ ശുക്രൻ നിൽക്കുമ്പോൾ ദാമ്പത്യത്തിൽ ചെറിയ ചില പ്രശ്നങ്ങൾ ഉണ്ടാവുകയോ അല്ലെങ്കിൽ ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു മാനസികാവസ്ഥ ഉണ്ടാവുകയോ ചെയ്യാം. ഏറ്റവും അടുത്ത വ്യക്തി പോലും അപ്പോൾ തങ്ങളോട് സഹകരിക്കുന്നത് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ തങ്ങളുടെ പ്രവർത്തനങ്ങളിൽ തടസ്സമോ ആയി തോന്നുന്നതുകൊണ്ട് ഒറ്റയ്ക്കൊരു നില ഇപ്പോൾ ആവശ്യമാണെന്ന് തോന്നും, പ്രത്യേകിച്ചും ഈ ആഴ്ച. എന്നാലും ബുധൻ 8ൽ നിന്നുകൊണ്ട് പിന്നോട്ട് സഞ്ചരിക്കാൻ തുടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് സ്വാഭാവികമായും ബുധൻ്റെ പുറകിലോട്ടുള്ള സഞ്ചാരം തങ്ങളുടെ ക്രിയാപരമായ കഴിവുകളെ ചെറുതായിട്ടെങ്കിലും നെഗറ്റീവായി ബാധിക്കാനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകിച്ച് ഏതെങ്കിലുമൊക്കെ സ്കില്ല്, അതായത് ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നവർ, ചിത്രരചന ചെയ്യുന്നവർ, അതുപോലെ തന്നെ മറ്റേതെങ്കിലും ലളിത കലകളുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്നവർ, എഞ്ചിനീയറിംഗ് മേഖല, ബാങ്കിങ് മേഖല, അതുപോലെ IT മേഖല, കമ്മ്യൂണിക്കേഷൻ രംഗത്ത് പ്രവർത്തിക്കുന്നവർ, ബുധൻ ഒരുപാട് മേഖലകളുണ്ട്. അവിടെ ഒരല്പം നീരസമൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നുണ്ട്. എന്നാലും ബുധൻ നിൽക്കുന്ന നില വെച്ചിട്ട് അത് മാസാവസാനത്തോടു കൂടിയൊക്കെ എഫക്റ്റീവ് ആവുകയുള്ളൂ. എന്നാലും ബുധൻ്റെ സഞ്ചാരത്തിന് പുറകോട്ടുള്ള ഒരു ആക്കം വരുമ്പോൾ തന്നെ അത് പ്രത്യേകമായി ശ്രദ്ധിക്കണം. ബാക്കി ദോഷങ്ങൾ ശുക്രൻ 8 നിൽക്കുന്നുകൊണ്ട് ചെയ്യില്ല. ശുക്രൻ്റെ ആകെ പ്രശ്നം ദാമ്പത്യ ബന്ധത്തിലെ ചില ചെറിയ വിള്ളലുകളോ പരസ്പരമുള്ള ഈഗോ ക്ലാഷോ ഒക്കെയാണ് കാണിക്കുന്നത്. ബാക്കി സാമ്പത്തികമായ നേട്ടത്തിലും പ്രവർത്തനങ്ങളിൽ ഉണ്ടാകുന്ന മികവുമെല്ലാം 8ലെ ശുക്രൻ നശിപ്പിക്കുകയൊന്നുമില്ല. മാത്രമല്ല 5ലെ വ്യാഴം ഇതിനെല്ലാം ഉപരിയായി ഭാഗ്യസ്ഥാനത്ത് നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഈശ്വരാനുഗ്രഹം ശക്തമായി കൂടെയുണ്ട്. അതുകൊണ്ട് പിന്നെ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യം ഈ നക്ഷത്രക്കാരുടെ മൂല കുടുംബത്തിലെ ചില പ്രശ്നങ്ങളാണ്. അത് അവർക്ക് ദോഷമുണ്ടാക്കും. കാരണം 3ൽ നിൽക്കുന്ന രാഹു ഇവർക്ക് നല്ല ക്രിയേറ്റിവിറ്റിയും മനസ്സിന് ധൈര്യവും ഉന്മേഷവും ഒക്കെ നൽകുമെങ്കിലും സഹോദര സ്ഥാനത്തുള്ളവർക്ക് ദോഷമുണ്ടാകാം. അല്ലെങ്കിൽ വീട്ടിലെ മറ്റ് ആശ്രിതർക്ക് ഏതെങ്കിലും തരത്തിലുള്ള വിഷമമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിൽ പ്രത്യേകം ശ്രദ്ധ വേണം. സന്താനങ്ങൾക്കും ചെറിയ തോതിലുള്ള അസുഖമോ ചില ശാരീരികമായ അവശതയൊക്കെ ഉണ്ടാകാം. പ്രത്യേകമായി ശ്രദ്ധിക്കുക. ഈ നക്ഷത്രക്കാർക്ക് ആരോഗ്യപരമായി പറയേണ്ട പ്രധാന കാര്യം
അവരുടെ ഹൃദയഭാഗത്തോ അല്ലെങ്കിൽ മാറിടത്തിൻ്റെ ഭാഗത്തോ ഒക്കെ ത്വക്ക് സംബന്ധമായ അസുഖങ്ങളോ അലർജിയോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. മറ്റ് ദോഷങ്ങളൊന്നും ആരോഗ്യ സംബന്ധമായിട്ട് ഇപ്പോൾ ഇവർക്ക് കാണുന്നില്ല. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങളെന്ന് പറയുന്നത് 4, 5-ാം തീയതി സായാഹ്നം വരെ, പിന്നെ 10-ാം തീയതിയും ഗുണമുള്ള ദിവസമാണ്. അടുത്തത് കുംഭക്കൂറാണ്. കുംഭക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ അവിട്ടത്തിൻ്റെ 2ാമത്തെ പകുതി, ചതയം, പൂരുരുട്ടാതി, മുക്കാൽ. ഇവരെ സംബന്ധിച്ചും 4-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന വ്യാഴത്തിൻ്റെ അനുഗ്രഹം കുടുംബത്തിൽ എന്തായാലും ഉണ്ടാവണം. 3-ാം ഭാവാധിപനായ ചൊവ്വ 4-ലോട്ട് സഞ്ചരിക്കുന്നത് കൊണ്ട് വാഹനം വളരെ സൂക്ഷിച്ച് ഓടിക്കണം. ഓഫീസിലായാലും ശരി, തങ്ങളുടെ ഭവനത്തിലായാലും ശരി, അല്ലെങ്കിൽ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം തന്നെ മിതത്വം പാലിക്കണം. വർത്തമാനത്തിലും അതുപോലെ തന്നെ പ്രവർത്തനങ്ങളിലും, ശാരീരികമായ പ്രവർത്തനങ്ങളിലുമെല്ലാം തന്നെ ഒരു മിതത്വം വേണം. ചിലപ്പോൾ നിസ്സാരമായി ഒരാളുടെ കയ്യിലൊന്ന് തട്ടുന്നതായിരിക്കാം അയാൾക്ക് വലിയ ആഘാതമായി തോന്നുന്നത്. കാരണം ചൊവ്വ വളരെ അഗ്രസീവായിട്ടാണ് 4-ൽ നിൽക്കുന്നത്. വ്യാഴത്തിൻ്റെ യോഗത്താൽ, വ്യാഴസംഗമത്താൽ നിൽക്കുന്നത് കൊണ്ട് ചിലപ്പോൾ അതിനൊക്കെ ഒരു നിയന്ത്രണം വരുമെന്നേ ഉള്ളൂ. എന്നാലും 4-ാം ഭാവത്തിൽ കേന്ദ്രഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോൾ 10-ാം ഭാവം ഒഴിച്ച് ബാക്കി 1, 4, 7 ഭാവങ്ങളിൽ ചൊവ്വ നിൽക്കുമ്പോൾ അതിൻ്റേതായ നെഗറ്റിവിറ്റി ജാതകനെ അല്ലെങ്കിൽ നക്ഷത്രക്കാരെ ബാധിക്കുമെന്നാണ് പ്രമാണം. 10-ാം ഭാവത്തിലാണെങ്കിൽ അത് ജോലി സംബന്ധമായ കാര്യത്തിലെ ആത്മാർത്ഥതയും കൃത്യതയും ഒക്കെയാണ് കാണിക്കുന്നത്. പക്ഷേ 4-ൽ സഞ്ചരിക്കുമ്പോൾ ഇടപഴകുന്ന സ്ഥലങ്ങളിലെല്ലാം വാക്കുകൊണ്ടോ കർമ്മം കൊണ്ടോ നമ്മൾ ആരെങ്കിലുമൊക്കെ ദ്രോഹിക്കാനും അത് നമുക്ക് പിന്നീട് വാഗ്വാദമോ കേസോ ഒക്കെയായി തീരാനും സാധ്യതയുണ്ട്. അതുപോലെ മാതാവിനും അത്ര നല്ലതല്ല. വാഹനം വളരെ സൂക്ഷിച്ചോടിക്കുക, സ്പീഡ് കുറയ്ക്കുക. കുടുംബത്തിലായാലും തീ, ഇലക്ട്രിസിറ്റി മുതലായ ഭാഗങ്ങളിൽ നിന്നൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള അവശതയോ അല്ലെങ്കിൽ കുടുംബക്കാർക്ക് പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത്തരം കാര്യങ്ങളിലും ഒരു ശ്രദ്ധ വരുത്തുക. വ്യാഴം കൂടെ നിൽക്കുന്നത് കൊണ്ട് എല്ലാത്തിനും ഒരു നിയന്ത്രണം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. ദോഷങ്ങളിലേക്കൊന്നും പൂർണ്ണമായി പോകില്ല എന്ന് വേണം ചിന്തിക്കാൻ. അതുപോലെ ഇവർക്കിപ്പോൾ 2-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് രാഹുവാണ്. അഷ്ടമത്തിൽ കേതുവുമുണ്ട്. ഈ ചൊവ്വയുടെയും രാഹുകേതുക്കളുടെയും നില ചേർത്ത് വേണം വായിക്കാൻ. ഏതെങ്കിലും തരത്തിലുള്ള അപകട സാധ്യതയൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ മുഖം വളരെ ദോഷമാവാൻ സാധ്യതയുണ്ട്. മുഖത്ത് രക്തച്ഛവി ഉണ്ടാവുക, രക്തം വാർന്നതിൻ്റെ പാടുണ്ടാവുക, അല്ലെങ്കിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള ഉപകരണങ്ങൾ കൊണ്ടോ കൂർത്തുമൂർത്ത വസ്തുക്കൾ കൊണ്ടോ ഒക്കെ മുഖത്ത് മുറിവുണ്ടാകാനുള്ള സാധ്യതയൊക്കെ കാണുന്നു. സൂര്യൻ നിൽക്കുന്ന രാശി ഇവരെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ 6-ലാണ്. 6-ലെ സൂര്യൻ അത്ര ദോഷം ചെയ്യില്ല. എന്നാലും കർക്കിടക രാശിയിൽ നിൽക്കുന്നത് കൊണ്ട് സൂര്യനും ഇപ്പോൾ ലേശം എതിർത്താണ് നിൽക്കുന്നത്. അതുകൊണ്ട് നയനങ്ങൾക്കും പ്രശ്നമുണ്ടാകാനുള്ള സാധ്യത കാണുന്നു. ഇതെല്ലാം ഒരുമിച്ച് വേണം ചിന്തിക്കാൻ. ഇത് ഭയപ്പെടുത്തുന്നതല്ല, ഗ്രഹങ്ങളുടെ നില കൊണ്ട് പറയുന്നതാണ്. വളരെ കരുതലോടുകൂടി ഓരോ കാര്യവും ചെയ്യുക. സാമ്പത്തികമായിട്ട് 4-ൽ നിൽക്കുന്ന വ്യാഴവും 6-ലെ സൂര്യനും ദോഷം ചെയ്യില്ല. കടബാധ്യതയിൽ നിന്ന് താൽക്കാലികമായിട്ടെങ്കിലും മോചനം, തങ്ങളിൽ നിന്ന് വാങ്ങിക്കൊണ്ടുപോയ വിലപിടിപ്പുള്ള വസ്തുക്കളോ പണമോ കിട്ടില്ല എന്ന് വിചാരിച്ചിരുന്നത് തിരിച്ചു കിട്ടാനുള്ള സാധ്യതയും കാണുന്നുണ്ട്. പൊതുവെ ശുക്രൻ്റെ നില കുടുംബത്തിലെ മറ്റംഗങ്ങളുമായിട്ടൊന്നും വലിയ ദോഷം വരുത്തില്ല. മാതാവിന് ദോഷമുണ്ടെങ്കിലും കുടുംബത്തിലെ ജീവിതസഖിയുമായിട്ടുള്ള കാര്യങ്ങളിലൊന്നും പ്രശ്നമില്ല. അവർക്ക് സമ്പത്തിൻ്റെ രൂപത്തിലോ മറ്റ് വസ്തുക്കളുടെ രൂപത്തിലോ ഒക്കെ ഇപ്പോൾ സന്തോഷം ജനിപ്പിക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാൻ ഈ നക്ഷത്രക്കാർക്ക് സാധിക്കും. അഷ്ടമത്തിൽ കേതു നിൽക്കുന്നത് കൊണ്ട് കാര്യങ്ങളിലൊക്കെ ചെറിയ തടസ്സമോ പ്രശ്നമോ ഉണ്ടാകാനുള്ള സാധ്യത, ശാരീരികമായ അവശത, അണുബാധ ഇതൊക്കെ വരാം. അതുകൊണ്ട് ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 4, 5, 6, 7 ദിവസങ്ങൾ ഗുണകരമാണ്. അടുത്തത് മീനക്കൂറാണ്. മീനക്കൂറിൽ വരുന്ന നക്ഷത്രങ്ങൾ പൂരുരുട്ടാതിയുടെ അവസാനത്തെ കാൽഭാഗം, ഉത്രട്ടാതി, രേവതി നക്ഷത്രങ്ങളാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം ജന്മത്തിൽ രാഹുകേതുക്കളുടെ സാന്നിധ്യം എടുത്തു പറയണം. അതുപോലെ വ്യാഴം 3-ലും പോയി നിൽക്കുന്നു. 2-ാം ഭാവാധിപനായ ചൊവ്വ കുറച്ചു കാലം വരെ 2-ൽ തന്നെ നിന്നതുകൊണ്ട് സാമ്പത്തിക കാര്യത്തിൽ ഇവർക്ക് ചില കൃത്യമായ പ്ലാനിങ്ങുകൾ ഉണ്ടായിരുന്നു. അത് 3-ലേക്ക് പോകുമ്പോൾ വ്യാഴം 3-ൽ പരുങ്ങലിലാണ് സാമ്പത്തിക അവസ്ഥ. എന്നാൽ ചൊവ്വ 3-ൽ പോകുന്നത് ഇവർക്ക് മനസ്സിന് എത്രയൊക്കെ പ്രതിബന്ധങ്ങൾ ഉണ്ടായാലും പിടിച്ചു നിൽക്കാനുള്ള കപ്പാസിറ്റി, ശക്തി നൽകുന്നു. അതുപോലെ തന്നെ ഇപ്പോൾ 6-ലാണ് ശുക്രൻ്റെ സഞ്ചാരം. ശുക്രൻ 6-ൽ സഞ്ചരിക്കുന്നത് ദാമ്പത്യ കാര്യത്തിൽ ഒട്ടും നല്ലതല്ല. ബുധൻ്റെ 6-ലെ നിലയും അത്ര നല്ലതല്ല. അപ്പോൾ 7-ൽ കേതുവുണ്ട്, ജന്മത്തിൽ രാഹുവുണ്ട്, 12-ൽ ശനിയുമുണ്ട്. ആകെ ഇവരെ ഇപ്പോൾ സഹായിക്കുന്ന 5-ാം ഭാവത്തിൽ സൂര്യനും സഞ്ചരിക്കുന്നു. അപ്പോൾ മനസ്സ്, അതുപോലെ തന്നെ കൂടെ അടുത്ത് നിൽക്കുന്നവർ, ജീവിത പങ്കാളി, കുടുംബം, ഇതിലൊക്കെ ചില ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യത കാണുന്നു. 7-ര ശനി തുടങ്ങി ഏകദേശം 1 വർഷം 7 മാസമൊക്കെ ആയി. അതുകൊണ്ട് അതും അടുത്തുകൊണ്ടിരിക്കുകയാണ് ജന്മത്തിലേക്ക്. ഈ കാര്യങ്ങളെല്ലാം ചിന്തിച്ചു കൊള്ളണം പൊതുവെ. അതുകൊണ്ട് മീനക്കൂറുകാർക്ക് കുറച്ച് ശ്രദ്ധ വയ്ക്കേണ്ട സമയം തന്നെയാണ്. 3-ാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന
ചൊവ്വയാണ് ഏതെല്ലാം പ്രതിബന്ധങ്ങളിൽ എങ്ങനെയൊക്കെ വിഷമിച്ചാലും അതിനെ തരണം ചെയ്തുകൊണ്ട് മാനസികമായ ധൈര്യത്തോടു കൂടി ഇവരുടെ കൂടെ നിൽക്കുന്നത്. അത് സാമ്പത്തികമായ ഗുണവും ചെലവും ചെയ്യും. 2ാം ഭാവാധിപൻ 3-ൽ നിൽക്കുകയാണെങ്കിൽ ചെയ്യുന്ന കർമ്മത്തിലും അതുപോലെ അതിൽ നിന്ന് കിട്ടുന്ന വരുമാനത്തിലും ഏറ്റക്കുറച്ചിലൊന്നും ഉണ്ടാകില്ല. അതിനൊരു സ്ഥിരതയുണ്ട്. അതുതന്നെയാണ് ഇവരുടെ ഏറ്റവും വലിയ ആശ്വാസവും. ആരോഗ്യപരമായി വളരെ ശ്രദ്ധിക്കണം. കുടുംബ ബന്ധങ്ങളിലും വളരെ ശ്രദ്ധിക്കണം. രാഹുകേതുക്കൾ ഛായാഗ്രഹങ്ങളായതിനാൽ ചില ആശങ്കകളിലോ ചില അബദ്ധധാരണകളിലോ ഒക്കെ ചെന്നുകൊണ്ട് ഇവരെ പെടുത്താനുള്ള സാധ്യതയുണ്ട്. പ്രത്യേകം ശ്രദ്ധിക്കുക. ആരോഗ്യകാര്യത്തിലും കുടുംബജീവിതത്തിൻ്റെ കാര്യങ്ങളിലും വളരെ ശ്രദ്ധിക്കുക. ഇവരെ സംബന്ധിച്ചിടത്തോളം ഈ ആഴ്ചയിലെ നല്ല ദിവസങ്ങൾ എന്ന് പറയുന്നത് 5, 6, 7, 8, 9, 10 ദിവസങ്ങൾ താരതമ്യേന ഗുണമുള്ളതാണ്. ശനിദോഷ പരിഹാരത്തിനായി ഓം ശനൈശ്വരായ നമഃ എന്ന് ജപിക്കുക. കറുത്ത വസ്ത്രം ശനിയാഴ്ച ധരിക്കുക. ശനിയാഴ്ച ദിവസങ്ങളിൽ വ്രതനിഷ്ഠ പാലിക്കുക. ശാസ്താവിൻ്റെ അമ്പലത്തിലോ ശനീശ്വരനോ പ്രത്യേകമായിട്ട് നീരാഞ്ജനം അർപ്പിക്കുക. കറുത്ത വസ്ത്രം സമർപ്പിക്കുകയൊക്കെ വളരെ നല്ലതാണ്. ആ കാക്കയ്ക്കിടത്തെ കൈകൊണ്ട് എച്ചിൽ കൊടുക്കുക. തെരുവ് നായ്ക്കൾക്ക് ആഹാരം കൊടുക്കുക. അതുപോലെ ഓം നമോ നാരായണായ എന്ന അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുക. വ്യാഴദോഷത്തിന് വ്യാഴാഴ്ച ദിവസം വിഷ്ണുസ്വാമി ക്ഷേത്ര ദർശനം നടത്തുക. നെയ്വിളക്ക് കത്തിക്കുക. അതുപോലെ പാൽപ്പായസ നൈവേദ്യം, ഇതെല്ലാം വളരെ ഉത്തമമാണ്. ഓം നാഗായ നമഃ എന്ന് ജപിക്കുക. നാഗദോഷ പരിഹാരത്തിന് 100 പാലും നൽകുക, മഞ്ഞൾ നൽകുക. ഇതൊക്കെ വളരെ നല്ലതാണ്. പിന്നെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ടത് എല്ലാ പക്കനാളിനും വേണമെങ്കിൽ നാഗദോഷ പരിഹാരത്തിനായിട്ട് പ്രത്യേക പൂജകളൊക്കെ ചെയ്യാം. അതുപോലെ തന്നെ ഓം ഗം ഗണപതയെ നമഃ അല്ലെങ്കിൽ ഓം ശ്രീ മഹാഗണപതയെ നമഃ എന്നോ കാലഭൈരവ ക്ഷേത്രത്തിൽ ദർശനമോ ഗണപതിക്ക് കർഗമാല അർപ്പിക്കലോ ഒക്കെ കേതുദോഷ പരിഹാരത്തിനും ചെയ്യാവുന്നതാണ്. എല്ലാവർക്കും നല്ലൊരാഴ്ചയാവട്ടെ എന്ന് ആശംസിക്കുന്നു. വീണ്ടും കാണാം അടുത്ത ആഴ്ച. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.